ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പം ഉണ്ടാക്കിയാൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന നന്നായി എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോയിലേക്ക് പോകാം. നല്ല പഴുത്തിട്ടുണ്ട് ചക്ക. ഓക്കെ, അത് പറിക്കണം, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നല്ല ടേസ്റ്റുള്ള കഴിച്ചാൽ വരുവോളം കഴിക്കാൻ പറ്റുന്ന അപ്പം ആവിയിൽ ഹെൽത്തി, എണ്ണയൊന്നും യൂസ് ചെയ്യാതെ ആവി ചട്ടിയിലുണ്ടാക്കുന്ന ചക്ക കൊണ്ട് നിങ്ങളും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ ഒന്ന് ചക്ക പറിക്കട്ടെ. അങ്ങനെ ചക്ക വെട്ടി കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പുതിർത്തി വെച്ച പച്ചരിയും ചക്കയും, അതിനോടൊപ്പം കുറച്ച് ശർക്കര, നമ്മുടെ നാട്ടിൽ വെല്ലം എന്ന് പറയും, ചിലയിടത്ത് ശർക്കര എന്ന് പറയും, അതും ചേർക്കുക. എന്നിട്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക. അടിച്ചെടുത്ത മാവ് വേറൊരു പാത്രത്തിൽ മാറ്റി, എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തി ചേർക്കുക. തേങ്ങ പീസാക്കി ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഇല പറിക്കാം. ഇല വേണം. ഈ ഇല നമ്മൾ അപ്പച്ചപ്പൽ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് ഇങ്ങനെ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നിട്ട് ആ ഇല നല്ല കഴുകി അതിന് മാവ് ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞ് അതിൻ്റെ തുമ്പ് കൊണ്ട് കെട്ടി ടൈറ്റായി പാത്രത്തിൽ വെക്കുക. ആവി പാത്രത്തിൽ, ഈ അപ്പൊക്കെ ഇഡ്ഡലിയൊക്കെ ചൂടാൻ യൂസാക്കുന്ന ആവി പാത്രം ഉണ്ടല്ലോ, അതുപോലത്തെ പാത്രത്തിൽ വെക്കുക. എന്നിട്ട് എല്ലാ മാവും ഇതേപോലെ പാക്ക് ചെയ്തതിന് ശേഷം, ഇല കൊണ്ട് പാക്ക് ചെയ്തതിന് ശേഷം പാത്രം അടുപ്പിൽ വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക നന്നായി. അങ്ങനെ നമ്മുടെ ഇലയിൽ വെച്ച ചക്കപ്പം നന്നായി വെന്ത് റെഡിയായി. ചക്ക കൊണ്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ആവിയിൽ. ആർക്കും ഒരു ദോഷവുമില്ലാത്ത, ശരീരത്തിന് വളരെ ടേസ്റ്റായ ഒരു പലഹാരമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു, ബൈ.